കൊല്ലം നെടുമനയിൽ മരണവീട്ടിൽ പോയി മടങ്ങിയ 5 അംഗ കുടുംബത്തെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾ പോലീസിൽ കീഴടങ്ങി. നെടുമന കളക്കൽച്ചേരി മനീഷ് ഭവനിൽ 29 വയസ്സുള്ള മനീഷ് മാമച്ചൻ, സഹോദരൻ 31 വയസ്സുള്ള മജേഷ്, നെടുമന കളക്കൽച്ചേരി അനിൽ ഭവനിൽ 27 വയസ്സുള്ള അക്ഷയ്, നെടുമന കളക്കൽച്ചേരി അനിൽ ഭവനിൽ ആദർശ്, നെടുമന കളക്കൽച്ചേരിയിൽ ഹർലാൽ എന്നിവരാണ് പോലീസിൽ കീഴടങ്ങിയത്. ഏപ്രിൽ 7 രാത്രിയാണ് മരണവീട്ടിൽ പോയി മടങ്ങിയ 5 അംഗ കുടുംബത്തെ പ്രതികൾ ആളുമാറി ആക്രമിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ കുടുംബാംഗങ്ങൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തിവരവെയാണ് പ്രതികൾ പോലീസിൽ കീഴടങ്ങിയത്. സ്ത്രീകളടക്കം അതിക്രമത്തിന് ഇരയായിട്ടും വേണ്ട വകുപ്പുകൾ ചുമത്തിയില്ലെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. നിരപരാധികളായ കുടുംബത്തെ ആക്രമിച്ച പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചത് പ്രാദേശിക CPM നേതാക്കളാണെന്നും കുടുംബം ആരോപിച്ചു. പാർട്ടിക്കാർ ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം നിന്നത് ഏറെ വിഷമമുണ്ടാക്കിയെന്നും മർദ്ദനത്തിന് ഇരയായ കുടുംബം പറയുന്നു. വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു പ്രതികൾ കുടുംബത്തെ ആക്രമിച്ചതെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. മറ്റൊരാളോടുള്ള വൈരാഗ്യത്തിലാണ് യാതൊരു ബന്ധവും ഇല്ലാത്ത കുടുംബത്തെ പ്രതികൾ ആക്രമിച്ചത്. ഏപ്രിൽ 4 കളക്കൽ അമ്പലത്തിലെ ഉത്സവ ദിവസം പ്രതികൾ ഒരു സൈനിക ഉദ്യോഗസ്ഥനെയും കുടുംബത്തെയും ഉത്സവം കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. സൈനികന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി പ്രതികൾക്കായി അന്വേഷണം നടത്തി വരുമ്പോഴായിരുന്നു 7 നിരപരാധികളായ മരണവീട്ടിൽ പോയി മടങ്ങിയ കുടുംബത്തെ പ്രതികൾ ആക്രമിക്കുന്നത്. പ്രതികൾക്കെതിരെ കണ്ണനല്ലൂർ പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച, അതായത് 7 തിങ്കളാഴ്ച രാത്രി ഞങ്ങൾ എൻ്റെ വൈഫിൻ്റെ അപ്പച്ചിയുടെ മോള് മരിച്ച് ആ മരണ ചടങ്ങിന് പങ്കെടുത്തിട്ട് ഞങ്ങൾ നെടുമ്പന കളക്കൽ ഭാഗത്ത് വന്നപ്പോൾ കുറേ സാമൂഹിക വിരുദ്ധർ ഞങ്ങളെ തടഞ്ഞു നിർത്തി, നായ ഉപയോഗിച്ച് ഞങ്ങളെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമിക്കുന്ന കാരണം, അവർ ആക്രമിക്കാൻ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ വലിയളമുക്കിൽ പോയിട്ട് വരുന്നവരും ഈ റോഡിൽ കൂടെ പോകണ്ട. ഞങ്ങൾ പറഞ്ഞു വലിയളമുക്കിൽ താമസക്കാരെല്ലാം ഞാൻ 15 വർഷം കൊണ്ട് BSNL ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. എൻ്റെ വൈഫ് BSNL സ്റ്റാഫായിരുന്നു. എൻ്റെ വൈഫും ഞാനും ആ വൈഫിൻ്റെ അനിയത്തിയുടെ ഭർത്താവും ആങ്ങളെ പയ്യനും ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് ഞങ്ങളെ തടഞ്ഞു നിർത്തി ചീത്ത വിളിച്ച് ആക്രമിക്കുകയായിരുന്നു. മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു. ഞങ്ങളെ സ്വയരക്ഷാർത്ഥം ഞങ്ങൾ ഓടുകയായിരുന്നു. ഓടി രക്ഷപ്പെട്ട് അവസാനം പോലീസ് വന്നതിന് ശേഷമാണ് ഞങ്ങളെ ഈ സ്പോട്ടിൽ നിന്ന് ഞങ്ങളെ വാഹനങ്ങൾ എടുക്കുന്നത്. പോലീസുകാരാണ് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങൾ രാത്രി മെഡിക്കൽ എടുക്കാൻ പോകുന്നതും എല്ലാം പോലീസുകാരുടെ സഹായത്തോടാണ്. പോലീസുകാർ ഞങ്ങളെ കൊണ്ടുവിടുമായിരുന്നു. കുറേ വന്ന് ഞങ്ങളെ കൊണ്ട് എത്തിക്കുമായിരുന്നു. അത്രയ്ക്കും മൃഗീയമായ രീതിയിലുള്ള ക്രൂരമായ ഇതാണ് അവിടെ അന്ന് സംഭവിച്ചത്, നടന്നത്. ഫോക്സ് TV ന്യൂസ്, പത്തനാപുരം.